ഹായ് ഓൾ, ബെർലിൻ റിപ്പീറ്റേഴ്സ് 2026 പ്രോഗ്രാം. +2 ശേഷമുള്ള ഒരു വർഷത്തെ ബെർലിനിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്താണ്? എങ്ങനെയാണ് ബെർലിനിൽ മാത്രം ഇത്ര വിജയ ശതമാനം ഉണ്ടാകുന്നത്? മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിൽ നല്ലൊരു റാങ്കും സ്കോറുമെല്ലാം നേടി രാജ്യത്തെ വിവിധ പ്രസ്റ്റീജ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 90% വിദ്യാർത്ഥികളും ബെർലിൻ സ്റ്റഡി സെന്റർ തെരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്നതിനാണ് ഞാനും ജസ്റ്റിസ് സാറും ഇന്ന് കേരള ജനതയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. 41 വർഷമായി ബെർലിൻ സ്റ്റഡി സെന്ററിൽ നിന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിൽ വൻ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയാലും അവിടെ ആയിരക്കണക്കിലധികം മലയാളികൾ ഉണ്ടാവും. ആ മലയാളികളെല്ലാം പഠിച്ചത് ബെർലിൻ സ്റ്റഡി സെന്ററിലാണ് എന്നത് പ്രധാന വസ്തുത തന്നെയാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിലെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ റിസൾട്ടിന്റെ 90%-ലധികം റിസൾട്ടും ബെർലിനിലാവുന്നതിന് പിന്നിൽ 41 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. ബെർലിൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥികളും അനുഭവിച്ചറിയുന്ന യഥാർത്ഥ വിജയത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. റിപ്പീറ്റേഴ്സ് ബാച്ചിനായി കേരളത്തിലെമ്പാടുമായി ബെർലിൻ ക്രമീകരിച്ചിരിക്കുന്നത് 8ഓളം സെന്ററുകളാണ്. തിരുവനന്തപുരം, കൊല്ലം, പാല, എറണാകുളം, തൃശൂർ, കോട്ടയ്ക്കൽ, കോഴിക്കോട്, കണ്ണൂർ. ഈ ഓരോ സെന്ററുകളിലും എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. അതായത് ഈ എല്ലാ സെന്ററുകളിലും AC ക്ലാസ് റൂമുകളാണ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും നമ്പർ 1 പ്രൊഫസർമാർ നയിക്കുന്ന ക്ലാസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ സെന്ററുകളിലും എൻട്രൻസ് മേഖലയിൽ ആവശ്യമായ പുസ്തകങ്ങളുടെ അതിവിശാലമായ ലൈബ്രറി സൗകര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ഹോസ്റ്റൽ സൗകര്യവും നിങ്ങൾക്കായി ബെർലിന്റെ എല്ലാ സെന്ററുകളിലും കാത്തിരിക്കുന്നു. ഇതുകൂടാതെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ബെർലിന്റെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമാകുവാനും അവസരമുണ്ട്. 2026 വിവിധ എൻട്രൻസ് എക്സാമുകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 2026 റിപ്പീറ്റേഴ്സ് ഓഫ്ലൈൻ ബാച്ചുകളും ഓൺലൈൻ ബാച്ചുകളും ജൂൺ മാസം മുതൽ ആരംഭിക്കുകയാണ്. ബെർലിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഇത്രയധികം വിദ്യാർത്ഥികൾ കടന്നു വരുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ. യെസ്, വൈ ബെർലിൻ? ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. എടുത്തു പറയേണ്ടത് ബെർലിന്റെ റിസൾട്ടുകൾ തന്നെയാണ്. കൂടാതെ രാജ്യത്തെ നമ്പർ 1 പ്രൊഫസർമാർ നയിക്കുന്ന ക്ലാസുകൾ ഈ പറഞ്ഞ 8 സെന്ററുകളിലും ഒരേപോലെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബെർലിന്റെ എല്ലാ സെന്ററുകളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ബെർലിന്റെ ചരിത്രം സൃഷ്ടിക്കുന്ന റിസൾട്ടുകളുണ്ട്. ഒരിക്കലും ഒരു ഹോസ്റ്റലിൽ ക്ലാസ് നടത്തുകയല്ല ബെർലിൻ ചെയ്യുന്നത്. 8 ജില്ലകളിലെയും ബെർലിന്റെ സ്വന്തം കെട്ടിടത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ എത്തിച്ച് പരിശീലിപ്പിക്കുകയാണ് ബെർലിൻ ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാവട്ടെ, ഹോസ്റ്റൽ സൗകര്യത്തിന്റെ കാര്യത്തിലാവട്ടെ, ഓരോ വിദ്യാർത്ഥിയും പരിചരിക്കുന്ന കാര്യത്തിലാവട്ടെ, അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നിൽ കൊണ്ടുവരുന്ന കാര്യത്തിലാവട്ടെ, വിദ്യാർത്ഥികളുടെ റിസൾട്ടിന്റെ കാര്യത്തിലാവട്ടെ, എൻട്രൻസ് മേഖലയിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനത്തിനും ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരിടവുമില്ല. ബെർലിന്റെ ഹോസ്റ്റലുകളിൽ ഇരുന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാം, വിശ്രമിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. എന്തിന്, ഹോസ്റ്റലിനുള്ളിൽ ലൈബ്രറി വരെ ബെർലിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി പരിശീലിക്കേണ്ടത് അത് ഒരിക്കലും ഏതെങ്കിലും 4 ചുമരിനുള്ളിലാവാൻ പാടില്ല. ശാന്തസുന്ദരമായ ഒരു ക്ലാസ്സിൽ ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം യൂണിഫോം ഒക്കെ ഇട്ട് ശ്രദ്ധയോടെ അധ്യാപകർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരന്തരീക്ഷത്തിൽ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്നുകൊണ്ട് വേണം കുട്ടികൾ പഠിക്കാൻ. അവിടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് കേട്ട് മനസ്സിലാക്കി വിദ്യാർത്ഥിക്ക് ഏകാഗ്രമായിരുന്നു പഠിക്കാൻ പറ്റൂ. ഇത് ഇപ്പോൾ ഇവിടെ പറയേണ്ട സാഹചര്യം എന്ത് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ബെർലിനെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസും ക്ലാസ് റൂമുകളും ഹോസ്റ്റലും ഒക്കെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഹോസ്റ്റലുകൾ എന്നത് വിശ്രമിക്കാനുള്ള സ്ഥലം, അവിടെ ഇരുന്ന് കുട്ടികൾക്ക് തന്നെ പഠിക്കാം, അവരുടെ സംശയ നിവാരണങ്ങളൊക്കെ നടത്താം. പക്ഷേ പഠനാന്തരീക്ഷം ഉള്ള സ്ഥലത്തെ പഠിപ്പീര് സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഫാക്കൽറ്റീസ് ക്ലാസ് നൽകുന്നത് ബെർലിന്റെ സ്വന്തമായ ബിൽഡിങ്ങുകളിൽ വെച്ചാണ്. അവിടെയാണ് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ അത്യാധുനിക ക്ലാസ് റൂമുകളുടെ പ്രസക്തി. നമ്മൾ ലോകത്തിൻ്റെ പല കോണുകളിലും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഹോസ്റ്റലുകളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ക്ലാസ്സുകൾ നടക്കുന്നത് ക്യാമ്പസുകളിലാണ്. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയാലും മദ്രാസ് IIT ആയാലും കോട്ടയം മെഡിക്കൽ കോളേജ് ആയാലും അങ്ങനെയുള്ള ട്രഡീഷണൽ സിസ്റ്റമാണ് ബെർലിനും ഫോളോ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ്സുകളാണ്. 2 ദിവസം വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ലീവും നൽകുന്നുണ്ട്. എന്തുകൊണ്ടാ? പഠിപ്പിക്കുന്ന ഓരോ കാര്യവും വളരെ വ്യക്തമായി പഠിച്ചു വേണം ഓരോ ആഴ്ചയും വിദ്യാർത്ഥികൾ കടന്നു പോകാൻ. 2 ദിവസം സ്റ്റഡി ലീവിന് ശേഷം വിദ്യാർത്ഥികൾ ബെർലിനിലെ ക്ലാസ്സുകളിലേക്ക് എത്തുന്നത്
പരീക്ഷ എഴുതാനാണ്. അതിങ്ങനെ ഓരോ ആഴ്ചയും അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്? മനോഹരമായ ക്ലാസ്സുകളും ക്ലാസ് മുറികളും ക്ലാസ്സുകൾക്ക് ശേഷമുള്ള എക്സാമുകളും അതിലെ ചോദ്യങ്ങളും തെറ്റി ഓരോ ചോദ്യവും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എല്ലാം. ഇനി ഈ സ്റ്റഡി ലീവായി ലഭിക്കുന്ന 2 ദിവസവും വിദ്യാർത്ഥികൾക്ക് ബെർലിനിന്റെ ക്യാമ്പസിൽ വന്ന് പഠിക്കാം. റഫറൻസിനായി എല്ലാ റഫറൻസ് റൂമിലും അധ്യാപകരുടെയും ക്ലാസ് മെന്റേഴ്സിന്റെയും സാന്നിധ്യവും ഉണ്ടാവും. അവിടെ ഇരുന്ന് വിദ്യാർത്ഥികൾ ഏകാഗ്രമായി പഠിക്കുന്നത് കാണുന്നത് തന്നെ മറ്റു കുട്ടികൾക്കും വലിയൊരു പ്രചോദനം തന്നെയാണ്. ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ ക്യാമ്പസുകളിലും റഫറൻസ് സംവിധാനമുണ്ട്. അവിടെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, നമ്മുടെ മികച്ച പ്രൊഫസർമാരെല്ലാവരും ഇവിടെ കാണും. അവർക്ക് ഡൗട്ട് ചോദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കൃത്യമായിട്ട് അവർക്ക് ആ തിങ്കളാഴ്ചത്തെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ ആഴ്ച നമ്മൾ എടുത്ത ക്ലാസ്സുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും. അതെല്ലാ രീതിയിലും എല്ലാ മോഡലിലും. നീറ്റ് ആണെങ്കിൽ നീറ്റിൻ്റെ രീതി, ജെഇ അഡ്വാൻസ്ഡ് കീം, ഏത് പരീക്ഷയ്ക്കാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതേ പാറ്റേണിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പരീക്ഷകളായിരിക്കും ആദ്യം നിങ്ങളെ വരവേൽക്കുന്നത്. ഇത്തവണത്തെ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ എക്സാം ആണ് ഞങ്ങൾ ഇതിന് പ്രാപ്തരാക്കിയത്. തീർച്ചയായിട്ടും ബ്രില്യൻറ്റിൽ എല്ലാ ആഴ്ചയിലും എക്സാമുകൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഏത് എക്സാം കഴിഞ്ഞാലും വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ ലൈവായി കേരളമെമ്പാടുള്ള സെന്ററുകളിൽ ഡയറക്ടേഴ്സിന്റെ റിസൾട്ട് അനാലിസിസ് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. ഇനി ഒരു ഹൈലൈറ്റിംഗ് പോയിന്റ് പറയട്ടെ. എക്സാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളുടെ OMR ഷീറ്റ് സ്കാൻ ചെയ്ത് റാങ്കുകൾ കൃത്യമായി തിരിക്കുന്നു. റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നു. ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും തന്നെ ഓരോ ക്ലാസ്സുകളിലും എത്തി വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു. ക്യാഷ് അവാർഡുകളും ഗോൾഡ് മെഡലും നൽകുന്നു. മികച്ച വിദ്യാർത്ഥികളെ ലൈവിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നു. ഇതെല്ലാം ബ്രില്യന്റിന്റെ ക്യാമ്പസിലാണ് നടക്കുന്നത്. അത് ലോകത്ത് ആർക്കും കാണാവുന്ന തരത്തിൽ ലൈവായി ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ ഈ വർഷത്തെ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വീക്ക്ലി എക്സാമുകൾ കൂടാതെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി കമ്പൽസറി A+ എക്സാം ബ്രില്യന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എക്സാം കഴിഞ്ഞ് ഇത്രയും കുട്ടികളുടെ റിസൾട്ടും റാങ്കും അനുമോദനവും എല്ലാം നടത്തി വിജയിപ്പിച്ച് കാണിക്കണമെങ്കിൽ അതിന് ബ്രില്യന്റിന് മാത്രമേ പറ്റൂ. അതാണ് 41 വർഷത്തെ ബ്രില്യന്റിന്റെ എക്സ്പീരിയൻസ് എന്ന് അവകാശപ്പെടുന്നത്. ഇത് മാത്രമല്ല, എക്സാം കഴിഞ്ഞ ദിവസം പേരൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. താങ്കളുടെ മക്കളുടെ പഠനം, അവരുടെ കഴിവ്, മികവ്, അവർ എവിടെയാണ് പിന്നോട്ട് പോകുന്നത്, അവരെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാം, പേരൻസിന്റെ അഭിപ്രായം എന്തൊക്കെയാണ് എന്നൊക്കെ കേൾക്കണ്ടേ. അതിന് ബ്രില്യന്റിന് എപ്പോഴും മറുപടി ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ച് അതിനെല്ലാം ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഡയറക്ടേഴ്സ് അടങ്ങുന്ന വലിയൊരു ടീം ബ്രില്യന്റ് ലൈവായി പേരൻസിനോട് സംസാരിക്കുന്നത്. ഇനി എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ആ എക്സാമിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മനസ്സിലാക്കി നൽകിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, ആ തെറ്റിപ്പോയ ചോദ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിശകലനം, ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാവും അതാത് എക്സാമുകളിൽ മികച്ച പെർഫോമൻസ് നടത്താതിരിക്കാൻ സാധിക്കുക? ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യന്റിന് 4 വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഓരോ എൻട്രൻസ് എക്സാമിനും വേണ്ടി സിലബസ് തയ്യാറാക്കുമ്പോൾ ആ കരിക്കുലം അത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, എത്രത്തോളം പരീക്ഷകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, ഓരോ വിദ്യാർത്ഥികളും കടന്നു പോകുന്നത് ഡേ പ്ലാൻ, വീക്ക്ലി പ്ലാൻ, മന്ത്ലി പ്ലാൻ, ഇയർലി പ്ലാൻ, അതാണ് ബ്രില്യന്റിന്റെ സക്സസ് മന്ത്ര. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലകളിലെ വിവിധ എൻട്രൻസ് പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പരിശീലനമാണ് ബ്രില്യന്റിൽ ലഭിക്കുന്നത്. ബ്രില്യന്റിന്റെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും കാരണത്താലോ ഒരിക്കലും തരംതിരിക്കാറില്ല. ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ ബ്രില്യന്റ് ഒരുക്കി നൽകുന്നത് ടോപ്പ് സർവീസ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ടോപ്പാണ്. അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഇടം വലമിരിക്കുന്നത് കേരളത്തിലെ ടോപ്പ് നോച്ച് വിദ്യാർത്ഥികളാണ്. അവർ തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് ബ്രില്യന്റിൽ നടക്കുന്നത്. ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ ഏറ്റവും മികച്ച നിലവാരമുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളിലൂടെയും വിദ്യാർത്ഥികൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും എൻട്രൻസ് മേഖലയിലെ ഏറ്റവും മികച്ച റിസൾട്ടുകൾ നേടാൻ സാധിക്കുക ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അതായത് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ മത്സരിക്കുന്നത് കേരളത്തിലെ ടോപ്പേഴ്സിനോടാണ്. അത് ബ്രില്യന്റിൽ തന്നെയാണ്. കാരണം എന്താണ്? മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് മേഖലയിലെ ടോപ്പേഴ്സ് എല്ലാം പഠിക്കുന്നത് ബ്രില്യന്റിലാണ്. അതിലൂടെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് കോൺഫിഡൻസ് ലഭിക്കുകയാണ്. ഇത്രയധികം മികച്ച വിദ്യാർത്ഥികളോടൊപ്പം മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഹെൽത്തി കോമ്പറ്റീഷൻ ബ്രില്യന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, മുൻ വർഷങ്ങളൊക്കെ എടുത്താൽ 90% റിസൾട്ട് നേടുന്ന സ്ഥാപനം ബ്രില്യന്റ് ആണ്.
അങ്ങനെയുള്ള കുട്ടികളോടാണ് ഓരോ വിദ്യാർത്ഥിയും മത്സരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വിതിൻ ദിസ് ക്യാമ്പസ്, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസുകൾ തമ്മിലാണ് മത്സരം നടക്കുന്നത് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും ബ്രില്യൻറ്റിൻ്റെ റിസൾട്ട് കേരളത്തിലെ റിസൾട്ടായിട്ട് മാറുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് നിസ്സാരമല്ല. ബ്രില്യൻറ്റിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ അവരുടെ പഠന നാളുകളിൽ, അവരുടെ വിജയ വഴികളിൽ ഏറ്റവും അധികം സഹായിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. 27ഓളം സ്റ്റഡി മെറ്റീരിയലുകളുണ്ട് റിപ്പീറ്റേഴ്സ് കാലയളവിൽ വിദ്യാർത്ഥികൾക്കായി. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതും ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ആറ്റിറ്റ്യൂഡിനും പാഷനും അനുസരിച്ച് ഏത് സമയത്തും പഠിക്കാൻ പറ്റുന്ന ബ്രെയിൻ പോയിന്റർ അടക്കം വളരെ ഡീറ്റെയിൽ അനാലിസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ അടക്കം തിയറി അടക്കമുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നൽകിയ നീറ്റ് സിലബസ് ആകട്ടെ, ജെയുടെ സിലബസ് ആകട്ടെ, ജെയ് അഡ്വാൻസിന്റെ സിലബസ് ആകട്ടെ, അതെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്ത അതിനകത്ത് അണുവിട വ്യതിചലിക്കാത്ത സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ബ്രില്യൻറ്റിന്റെ മറ്റൊരു മുഖമുദ്ര. നമ്മുടെ ലൈബ്രറികൾ ഈ 8 ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും അവരെവിടെ താമസിക്കുന്നു അവിടെയും ഏറ്റവും മികച്ച ഒരു ലൈബ്രറി ഞങ്ങൾക്ക് ഒരുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. കാരണം വിശാലമായ ലൈബ്രറി, ലക്ഷക്കണക്കിന് ബുക്കുകളാണ് നമ്മുടെ ലൈബ്രറിയിലുള്ളത്. ഇന്ത്യയിൽ ഇന്ന് എൻട്രൻസിന്റെ മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് ബ്രില്യൻ ലൈബ്രറിയിൽ കാണാനായിട്ട് സാധിക്കും. ഒരു പുതിയ പബ്ലിഷർ വന്നാൽ അത് വിതിൻ 1 month നമുക്ക് ആ ബുക്കുകളെല്ലാം നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആയി. തീർച്ചയായിട്ടും ദിവസവും 5 മണിക്കൂറിന് മുകളിലാണ് വിദ്യാർത്ഥികൾക്കായി ക്ലാസ്സുകൾ എടുക്കുന്നത്. കൂടാതെ രാത്രി 10 മണി വരെ ക്ലാസ് മെന്റേഴ്സിന്റെ സാന്നിധ്യത്തിൽ വളരെ സുരക്ഷിതരായി ക്യാമ്പസിൽ ഇരുന്ന് റഫറൻസ് നടത്താനുള്ള സൗകര്യവും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കോർഡിനേറ്റേഴ്സ് എല്ലാം കൃത്യമായി റഫറൻസ് ഇരിക്കുന്ന വിദ്യാർത്ഥികളെ മോണിറ്റർ ചെയ്യും. അതുപോലെ ബ്രില്യൻറ്റിന്റെ സക്സസ് ഒരു സിസ്റ്റം, അതും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കുക. ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഡ്രിവൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. തീർച്ചയായും ഒരു സിസ്റ്റം കൃത്യമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രില്യൻറ്റിന്റെ 8 സെന്ററുകളിലും ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. ഡയറക്ടേഴ്സ് ഉൾപ്പെടെ 5 ടയർ സിസ്റ്റമാണ് ബ്രില്യൻറ്റ് വിദ്യാർത്ഥികൾക്കായി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഗ്രൂപ്പ് മാനേജേഴ്സ്, ക്ലാസ് മെന്റേഴ്സ്, ഹോസ്റ്റൽ മെന്റേഴ്സ് എന്നിങ്ങനെയാണ് അത്. ഓരോ ഗ്രൂപ്പിനും പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം നടക്കുന്നത്. അതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ കോർഡിനേറ്റേഴ്സ്, ക്ലാസ് മെന്റേഴ്സ്. ഒരുപക്ഷെ ബ്രില്യൻറ്റിന്റെ ഏറ്റവും അഭിമാനമാണ് ക്ലാസ് മെന്റേഴ്സ്. ബാക്ക് ബോൺ ആണ് ശരിക്കും ക്ലാസ് മെന്റേഴ്സ്. ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കുട്ടിയെ അറിയുന്നത് ക്ലാസ് മെന്ററാണ്. അവർക്കത് സഹോദരിയാകാം, അമ്മയാകാം, ചേട്ടനാകാം, ചേച്ചിയാകാം. ആ ഒരു റിലേഷൻഷിപ്പാണ് ബ്രില്യൻറ്റിലെ മെന്റേഴ്സ് കുട്ടികൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ബ്രില്യൻറ്റ് രണ്ടാമത്തെ ഹോമായിട്ട് അവർ തിരഞ്ഞെടുക്കുകയാണ്. ഹോം അവേ ഫ്രം ഹോം. തീർച്ചയായിട്ടും അവിടെയും അവരെ സ്വീകരിക്കാനായിട്ട് ഹോസ്റ്റൽ വാർഡന്മാര്, അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെല്ലാം. കാരണം മറ്റൊരു അന്തരീക്ഷം, ഒരു പഠന അന്തരീക്ഷമല്ലാതെ മറ്റൊന്നും അവർക്ക് എവിടെയും കാണാനായിട്ടാവില്ല. 100% സാർ. യെസ്, അതായത് നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികളെല്ലാം നമ്മൾ ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്ക് അയക്കുകയാണ്. അത് വളരെ അടുത്തുള്ള ഹോസ്റ്റലുകളുണ്ട്. അത് 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് എല്ലാ ഹോസ്റ്റലുകളും നിലനിൽക്കുന്നത്. അങ്ങോട്ടെല്ലാം ബ്രില്യൻറ്റിന്റെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സുകൾ, AC ബസ്, 100 കണക്കിന് ബസ്സുകളാണ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ സെന്ററുകളിലും കൂടെയാണ് അത്രയധികം ആ ഒരു സിസ്റ്റവും, അതായത് ഒരു കൺവെയൻസ് ഏറ്റവും രീതിയിൽ അതവര് സന്തോഷത്തോടെ അല്ലെ ഏറ്റവും എൻജോയ് ചെയ്താണ് പോകുന്നത്. നല്ല പാട്ടൊക്കെ ഇട്ട് പിള്ളേർക്ക് കൈയൊക്കെ കൂട്ടണമെങ്കിൽ കൈയൊക്കെ കൂട്ടി അങ്ങനെയാണ് അതൊരു റിലാക്സ് ആയിട്ട് തന്നെയാണ് അവർ ഹോസ്റ്റലിലോട്ട് തിരിച്ചു ചെല്ലുന്നതും. വീണ്ടും അവിടെയും അവർക്ക് അവിടെയും റെഫറൻസിനും ലൈബ്രറിക്കും ഒക്കെയുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. റഫറൻസ് റൂമിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്റ്റഡി ഹാൾ എന്ന് പറയുന്നത് റൂമിൽ ഇരുന്ന് പഠിക്കാൻ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല. എല്ലാ റൂമും നല്ല സ്പേഷ്യസ് ആണ്. പഠിക്കാനുള്ള സ്റ്റഡി ടേബിളും കസേരയും കട്ടിലും എല്ലാം ഓരോ മുറിയിലുമുണ്ട്. പക്ഷേ ഒന്ന് മാറിയിരുന്ന് പഠിക്കണമെന്ന് തോന്നിയാൽ ലൈബ്രറി അടക്കമുള്ള ഒരു സ്റ്റഡി ഹാൾ എല്ലാ ഹോസ്റ്റലിലും വേണം. അതിനായാണ് ബ്രില്യൻറ്റ് അങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇനി ഭക്ഷണം. പഠിക്കുന്ന കാലയളവിൽ നല്ല ഹെൽത്തി ആയിരുന്നാലേ നല്ല റിസൾട്ട് നേടാൻ പറ്റൂ. സ്വാദിഷ്ടമായ ഭക്ഷണം, ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡ് കൃത്യസമയത്ത് വിദ്യാർത്ഥികൾക്ക് നൽകും. ഡയറ്റീഷ്യന്മാരോട് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കായി ഒരു ഫുഡ് മെനു തന്നെ ബ്രില്യൻറ്റിലുണ്ട്. അതിൽ വെജ്, നോൺ വെജ് തുടങ്ങി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയ ആരോഗ്യപരമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. നാളിതുവരെയുള്ള നിങ്ങളുടെ പഠന കാലയളവിൽ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത ഏറ്റവും മികച്ച ക്ലാസ് സൗകര്യങ്ങളാണ് ബ്രില്യൻറ്റ് ടീം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ബോർഡിലാണ് ബ്രില്യൻറ്റ് ക്ലാസുകൾ നടത്തുന്നത്. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ മൈക്കുകൾ കണക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. എല്ലാ ക്ലാസ് മുറികളും AC ആണ്. ഇവയെല്ലാം കൂടാതെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രില്യൻറ്റിന്റെ ലേണിംഗ് ആപ്പ്. 4.9 റേറ്റിംഗ് ഉള്ള ബ്രില്യൻറ്റിന്റെ സ്വന്തം ലേണിംഗ് ആപ്പ്. കുട്ടികൾ മനസ്സാ സ്വീകരിച്ച ലേണിംഗ് ആപ്പ്. അതൊരു ഡിജിറ്റൽ ലൈബ്രറിയാണ്. ക്ലാസ് റൂമുകളിലെല്ലാം ക്ലാസ് എടുത്തു കഴിഞ്ഞാലും
വിദ്യാർത്ഥിക്ക് പിന്നീടൊരു സംശയം വന്നാൽ അത് ദൂരീകരിക്കുന്നതിനായിട്ട് കൃത്യമായിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഈ ലേണിംഗ് ആപ്പിൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AI അസിസ്റ്റഡ് ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി, അതുകൂടാതെ അധ്യാപകർ തന്നെ ഡൗട്ട് നേരിട്ട് ക്ലിയർ ചെയ്യുന്ന ഡൗട്ട് ക്ലിയറിംഗ് സിസ്റ്റം, ഇതുകൂടാതെ ലക്ഷക്കണക്കിന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും, കുട്ടികൾക്ക് തന്നെ ഒരു എക്സാം സെറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളും അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനും അടങ്ങിയ വീഡിയോകൾ, ഇവയെല്ലാം ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പിനെ വ്യത്യസ്തമാക്കുന്നു. എൻ്റെ നീറ്റ് സിലബസ് ആയിക്കോട്ടെ, JEE സിലബസ് ആയിക്കോട്ടെ, സമയബന്ധിതമായിട്ട് തീർക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ബ്രില്യൻറ്റുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ എക്സാമിന് മുമ്പ് ആവശ്യത്തിലധികം മോഡൽ എക്സാമുകൾ നടത്താവുന്ന ക്രമത്തിൽ ബ്രില്യൻറ്റ് ക്ലാസ്സുകൾ ക്രമീകരിച്ച് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ ഏതാണെങ്കിലും ജൂണിൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ JEEക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നവംബറിൽ തീർത്തിട്ട് ജനുവരി വരെയുള്ള കൃത്യമായിട്ട് മോഡലുകൾ നടക്കും. നീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനുവരി ആദ്യത്തെ ആഴ്ച ക്ലാസ്സുകൾ അവസാനിപ്പിച്ചിട്ട് 1.5 ദിവസങ്ങൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേറ്ററി മോഡലുകളിലൂടെ കൃത്യമായിട്ടൊരു എക്സാം പാറ്റേണിലൂടെയാണ് നമ്മൾ വിദ്യാർത്ഥികളെ എക്സാം ഹാളിലേക്ക് എത്തിക്കുന്നത്. അത് തന്നെയാണ് ബ്രില്യൻറ്റിന്റെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ശക്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് ഞങ്ങൾക്ക് 100% സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കും. 2026 ബ്രില്യൻ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ആകർഷകമായ സ്കോളർഷിപ്പ് സ്കീമുകളാണ്. അത് മാർക്കിന്റെ ബേസിൽ, ഈ വർഷത്തെ എൻട്രൻസിന്റെ ബേസിൽ, ബ്രില്യൻറ്റിൽ തന്നെ പഠിച്ചതിന്റെ ബേസിൽ, ബ്രില്യൻറ്റിന്റെ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം സ്കോളർഷിപ്പുകൾ 100% വരെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഫീസ്, സ്റ്റഡി മെറ്റീരിയലിന്റെ ഫീസ്, ഹോസ്റ്റലിന്റെ ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഏതിനുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമിനും ഇവിടെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടായിരിക്കും. ഈ സ്കോളർഷിപ്പുകൾക്കപ്പുറം അക്കാഡമിക് നിലവാരമുള്ള ഒരു വിദ്യാർത്ഥിക്ക് എൻട്രൻസ് പരിശീലനത്തിന് സാമ്പത്തികം ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് ഒരു ചരിത്രം പറയാനുണ്ട്. അതാണ് സ്റ്റുഡൻറ് മൈത്രി പ്രോഗ്രാം. നാളിതുവരെ 10,000-കണക്കിന് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിന്ന വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബ്രില്യൻറ്റ് ക്രമീകരിച്ച മാർഗമാണ് സ്റ്റുഡൻറ് മൈത്രി. നമുക്ക് മുന്നിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പെട്ടിമുടി ദുരന്തം മലയാളിക്ക് മറക്കാനാവില്ല. മനസ്സാക്ഷി മരവിച്ച ആ നിമിഷത്തിൽ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഗോപിക മോള് ബ്രില്യൻ സ്റ്റുഡൻറ് മൈത്രിയിലൂടെ പഠിച്ച് ഇന്ന് ഡോക്ടറാകാൻ പരിശീലിക്കുമ്പോൾ അവളുടെ MBBS സ്വപ്നം സാക്ഷാത്കരിച്ചത് ബ്രില്യൻറ്റിന്റെ സ്റ്റുഡൻറ് മൈത്രി പ്രോഗ്രാമാണ്. പത്രം വിറ്റ് നടന്ന നമ്മുടെ റിസ്വാന മോള് ഇന്ന് വൈറ്റ് കോട്ട് ഇട്ട് സ്റ്റഡുമായിട്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുവെങ്കിൽ അതും ബ്രില്യൻറ്റിന്റെ അഭിമാനം തന്നെയാണ്. അങ്ങനെ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്റ്റുഡൻറ് മൈത്രി പ്രോഗ്രാമിലൂടെ ബ്രില്യൻറ്റ് കേരള സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു വർഷം നീണ്ട ബ്രില്യൻറ്റിന്റെ അധ്യയന വർഷത്തിൽ മാനസിക ആരോഗ്യത്തിനും ഓരോ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ നൽകുന്നത് ഏറ്റവും നല്ല മുൻകരുതലുകളാണ്. ഏറ്റവും പ്രഗത്ഭരായവരുടെ മോട്ടിവേഷൻ ക്ലാസുകൾ, പേഴ്സണൽ കൗൺസിലിംഗ്, കുട്ടികളുടെ തന്നെ അനുഭവ കഥകൾ. വിശദമായി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു പേഴ്സണലായിട്ട് ഒരു മെന്ററോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകണം. അതിനുള്ള സൗകര്യം ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ മികച്ച വിജയം നേടി രാജ്യത്തെ എയിംസുകളിലും IIT-കളിലും AFMC-യിലും ജിപ്മറിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിട്ടെത്തി ഓരോ ക്ലാസ്സിലും വിദ്യാർത്ഥികളോട് അവരുടെ അനുഭവ കഥകൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന മോട്ടിവേഷൻ വേറെ ലെവലാണ്. ഇത് മറ്റെവിടെയാണ് കേരളത്തിൽ ലഭിക്കുന്നത്? എങ്ങും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ബ്രില്യൻറ്റിന്റെ മറ്റൊരു മുഖമുണ്ട്, സോഷ്യൽ മീഡിയ. ബ്രില്യൻറ്റിനെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ്. കാര്യങ്ങൾ സത്യസന്ധമായും വസ്തുനിഷ്ഠമായിട്ടും അവതരിപ്പിക്കുന്നതാണ് ബ്രില്യൻറ്റിന്റെ സോഷ്യൽ മീഡിയ. അത് വിദ്യാർത്ഥികൾക്കായിട്ടല്ല, പേരൻസിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എൻട്രൻസ് എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രില്യൻറ്റിന്റെ സോഷ്യൽ മീഡിയ. അത് കുട്ടികൾ ആരും കാണാൻ ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. കുട്ടികളല്ല കാണേണ്ടത്, പേരൻസ് ആണ് കാണേണ്ടത്. പേരൻസ് അത് കൃത്യമായിട്ട് കാണും. അത് മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും കൃത്യമായ മാറ്റങ്ങൾ എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം ഒരു വിതിൻ സെക്കൻഡ്സ് ബ്രില്യൻറ്റ് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. അതെല്ലാം പേരൻസിന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, എൻട്രൻസ് എക്സാമിന് ശേഷവും കൃത്യമായ ലൈവ് സെഷനിലൂടെയും കൃത്യമായ റെക്കോർഡഡ് വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ബ്രില്യൻറ്റിലെ പേരൻസിന് മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള അല്ലെങ്കിൽ മലയാളി ആയിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രില്യൻറ്റ് അതൊരു സർവീസായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് വീഡിയോകൾ ഇതെല്ലാം കൃത്യമായിട്ട് ശിവൻ സാറും ബ്രില്യൻറ്റും കൃത്യമായ നിർദ്ദേശങ്ങൾ പേരൻസിന് നൽകാറുണ്ട്. ഇനി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേരൻസ് മീറ്റിംഗ് രക്ഷിതാക്കൾക്ക് ഏത് സമയത്തും ബ്രില്യൻ ക്യാമ്പസിലേക്ക് വന്നിട്ട് ക്ലാസ് മെൻറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡൻസുമായിട്ടോ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. ഇനി 2026 നീറ്റ് JEE പോലുള്ള എക്സാമുകളെക്കുറിച്ച് നിങ്ങൾക്ക് ആകുലതകൾ കാണാം. നീറ്റ് 2024 എക്സാം സിമ്പിളായപ്പോൾ ചരിത്രം തന്നെ വഴിമാറുകയായിരുന്നു.
720 മാർക്കുമായിട്ട് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ 1 ബ്രില്യൻറ്റിലുണ്ടായിരുന്നു. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നതാ. തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് 1 കോടി രൂപയാണ് ബ്രില്യൻ സ്റ്റഡീസിന്റെ സ്കോളർഷിപ്പായി നൽകിയതെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മലയാളി വിദ്യാർത്ഥി 700 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബ്രില്യനിലൂടെയാണ്, ശ്രീനന്ദ് ശർമ്മയിലൂടെയാണ്. ചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ എക്സാം ആയിരുന്നു 2025 നീറ്റ് എങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വരും ബ്രില്യന്റിന്റെ വിജയഗാഥയുമായിട്ട്, ചരിത്രം തിരുത്തുന്ന വിജയവുമായിട്ട്. 2025 നീറ്റ് റിസൾട്ട് വരുമ്പോൾ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളായിരിക്കും. കേരളത്തിലെ മുൻപന്തിയിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളായിരിക്കും. ആ കോൺഫിഡൻസിലാണ് ഈ വർഷത്തെ പുതിയ കോഴ്സിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എക്സാം ടഫ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആവറേജ് ആയിക്കൊള്ളട്ടെ, ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വിജയം എന്നത് അവരുടെ ഒരു ശീലമാണ്. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ഓർക്കുക, കേട്ടറിവിനേക്കാൾ വലുതാണ് ബ്രില്യന്റ് എന്ന സത്യം. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. Brilliant Study Center, India's #1 coaching center for NEET and JEE.